ഹലോ എവ്രി വൺ, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾ. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി സാൻഡ്വിച്ചാണ്. ഇതൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത്, 2 ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഉപ്പ്, പിന്നെ 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മൈക്രോവേവിലും ഉണ്ടാക്കാം, പാൻ അടുപ്പത്ത് വെച്ചും ഉണ്ടാക്കാം. ആദ്യം മൈക്രോവേവിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഗ്ലാസ് ട്രേ എടുത്ത് അതിനകത്തേക്ക് 2 സ്ലൈസ് ബ്രെഡ് വെച്ചു. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ എഗ്ഗ് ഒഴിച്ചു കൊടുത്തു. എല്ലാ സൈഡിലേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് ഉണക്കമുളക് പൊടിച്ചത്, കുറച്ച് മോസറല്ല ചീസ്, ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ മുകളിലായിട്ട് ഒറിഗാനോ, പിന്നെ ഏതെങ്കിലും കളേഴ്സിലുള്ള ക്യാപ്സിക്കം. ഞാനിവിടെ യെല്ലോ ആൻഡ് റെഡ് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഓലിവ്സ്, അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ ചീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ ചെറിയ പീസ് അതെല്ലാം ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്ത് ഇനി ഇത് 15 to 20 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രൈങ് പാനിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ കാണിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്തു. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സൈഡിൽ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എഗ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി ആ സൈഡിൽ പോയിട്ടുള്ള എഗ്ഗ് ഈ ബ്രെഡിൻ്റെ മുകളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ മറ്റേതിൽ ഇട്ട് കൊടുത്ത അതേ ഐറ്റംസ് തന്നെ ഇട്ട് കൊടുക്കുക. ആ സൈഡിൽ പോയിട്ടുള്ള ചീസ് എല്ലാം കൂടെ ബ്രെഡിൻ്റെ സൈഡിലോട്ട് നീക്കി കൊടുക്കുക. ഇനി ഇത് 15 to 20 മിനിറ്റ്സ് നന്നായിട്ട് തീ കുറച്ചൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. പാനിലുണ്ടാക്കിയ സാൻഡ്വിച്ചും റെഡിയായി കഴിഞ്ഞു.
ഇത് ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്